ഇന്ന് രാവിലെയാണ് കീമിന്റെ ഫലം ഹൈക്കോടതി റദ്ദാക്കിയത്. ആ വിധിക്കെതിരെ ഇപ്പോൾ സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ്. അപ്പീൽ നാളെ പരിഗണിക്കും. അരുൺ ശങ്കർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് എത്രയോ വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഇപ്പോൾ തുലാസിലായിരിക്കുന്നത്. അപ്പോൾ ഉടനടി നടപടി വേണ്ടതുണ്ട്. എങ്ങനെ നിയമ വഴിയിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകാനാണ് സർക്കാർ ആലോചിക്കുന്നത്? ഇന്ന് രാവിലെയാണ് സർക്കാരിന് തിരിച്ചടി നൽകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് വരുന്നത്. അതായത് സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയുള്ള റാങ്ക് ലിസ്റ്റ് റദ്ദാക്കുകയാണ് ഹൈക്കോടതി ചെയ്തത്. CBSE സിലബസിൽ പഠിച്ചൊരു വിദ്യാർത്ഥി നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് നിലവിൽ പ്രഖ്യാപിച്ചുള്ള റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയത്. ഈ ഉത്തരവ് മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. ഈ അപ്പീൽ നാളെ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും. ഈ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് മാർക്ക് ഏകീകരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച സമവാക്യം മുൻ തീരുമാനത്തിന് വ്യത്യസ്തമാണെന്നുള്ളതായിരുന്നു ഈ CBSE സിലബസിൽ പഠിച്ച വിദ്യാർത്ഥി ചൂണ്ടിക്കാട്ടിയത്. അതായത് ജനുവരിയിൽ ഇതിന്റെ പ്രോസ്പെക്ടസ് പുറത്തിറക്കിയപ്പോൾ ഉള്ള സമവാക്യമല്ല റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ട് അടിസ്ഥാനമാക്കിയത് എന്നുള്ളതായിരുന്നു വാദം. ഇത് അംഗീകരിക്കുകയാണ് ഹൈക്കോടതി ചെയ്തത്. ഈ നിയമവിരുദ്ധമായ നടപടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഏകപക്ഷീയമായ നടപടിയാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ഈ പശ്ചാത്തലത്തിലാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം സർക്കാർ മുന്നിൽ വരികയും സർക്കാർ മുന്നോട്ട് പോവുകയാണ്. നാളെ അപ്പീൽ പരിഗണിക്കും.